പക്ഷേ ആ മുണ്ടക്കയിൽ കഴിഞ്ഞ ഒരു മണിക്കൂർ കനത്ത മഴയായിരുന്നു. രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ അല്പനേരത്തേക്ക് ഈ മഴ ശമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിറയെ മൂടിക്കെട്ടി മഴച്ചാറ്റലുകൾ ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ഇവിടെ ഒരു കനത്ത മഴ പെയ്യുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു മഴ തുടങ്ങാം എന്നുള്ള അവസ്ഥയിലാണ്. അതിനിടയിൽ ഈ മുണ്ടക്കൈ ടൗണിൽ അവശേഷിക്കുന്ന ഈ ഒരു കട, ആ കട മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ആ കടയ്ക്കുള്ളിൽ നിറയെ ചെളിയാണ്. അപ്പോൾ ആ ചെളി നീക്കി അതിനുള്ളിൽ മനുഷ്യ ശരീരങ്ങൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘവും ഈ മണ്ണുമാന്തി യന്ത്രവും കൊണ്ട് പരിശോധിക്കുന്നത്. ആദ്യത്തെ 3 മുറികൾ പരിശോധിച്ചു, പക്ഷേ അതിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇനി 2 മുറി കൂടിയുണ്ട്. അതിന്റെ ഷട്ടറൊക്കെ പൊളിച്ച് അതിനുള്ളിലേക്ക് ഈ യന്ത്രക്കൈ കൊണ്ട് ആ ചെളി നീക്കണം. കട്ട ചെളിയാണ്. ഒരാളുടെ അരഭാഗം വരെയുള്ള ചെളി ആ കടയ്ക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഏകദേശം അതിനൊപ്പം തന്നെ മുകൾ ഭാഗത്ത് ഈ ഉത്സവസ്ഥാനത്ത് ഉണ്ടായിരുന്ന തിരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായും നിർത്തി. കാരണം മഴ പെയ്തപ്പോൾ അവിടെ വലിയ അപകടസ്ഥിതിയായി. അതുകൊണ്ട് ലോഗിലുണ്ടായിരുന്നു അവിടെ. ലോഗിൽ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തി. കാരണം മഴ പെയ്തപ്പോൾ അവിടെ വലിയ അപകടസ്ഥിതിയായി. അതുകൊണ്ട് ഗോകുലുണ്ടായിരുന്നു അവിടെ. ഗോകുല് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിയില്ല. മുകൾ ഭാഗത്ത് അവിടെ ഏകദേശം പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം അവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്കൊരു ചെറിയ ശമനം വന്നത്. ശക്തമായ മഴ പെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ തിരച്ചിൽ നടത്തുക എന്നുള്ളത് ദുഷ്കരമാണ്, അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഹിറ്റാച്ചികളൊക്കെ ഏകദേശം എല്ലാം തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തകരോട് പൂർണ്ണമായും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ നമ്മളോടും അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മളും ചെറുതായിട്ട് മണ്ണിടിയാൻ തുടങ്ങിയിരുന്നു. അവിടെ ചെറുതായിട്ട് മണ്ണിടിയാൻ കൂടി തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപകടകരമായ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അവിടെ ഇന്നത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇറങ്ങി എല്ലാ രക്ഷാപ്രവർത്തകരും അടിയിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുന്നുള്ളൂ. ഏതായാലും അപകടകരമായ സ്ഥിതിയാണ്. കാരണം കുറച്ചു നേരം മുമ്പ് വരെ ശക്തമായ മഴയായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്കൊരു ചെറിയ ശമനം വന്നതല്ലേ. രാഗിനി, ഇപ്പം ഈ മുണ്ടക്കൈ ടൗണിൽ കുറേയധികം പരിശോധനകൾ നടത്തി. പക്ഷെ ഇനി അധികം ആശയ്ക്ക് വകയില്ലെന്ന് തോന്നുന്നു. അതായത് ഒട്ടനവധി പരിശോധനകൾ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു മൃതദേഹമാണ് അവിടെ നിന്ന് കിട്ടിയത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തിയത്. പക്ഷെ ഒന്നും തന്നെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ കണ്ടു അല്പസമയം മുമ്പ് ഈ ഹിറ്റാച്ചിയും JCB ഒക്കെ തിരിച്ചു പോകുന്നതിന് മുൻപ് നാട്ടുകാർ ചിലയിടങ്ങളിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി ഈ കടമുറികളുടെ താഴെ അല്പം മണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ കൂടി നോക്കി, ആ 3 കടമുറികൾ കൂടി നോക്കി. അതിനു മുൻപ് തന്നെ നേരത്തെ ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കൂടി നോക്കണമെന്ന്. അതുകൊണ്ട് ഇവിടെയും നോക്കി. അങ്ങനെ ഈ ഒരു നമ്മൾ കാണുന്ന, നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന, നമ്മുടെ ക്യാമറയിൽ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ അനുമാനിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ശക്തമായിട്ടുള്ള കുത്തൊഴുക്കുണ്ടായപ്പോൾ പലരും പുറത്തിറങ്ങിയിട്ടുണ്ടാകണം. അങ്ങനെ ഇവരെയും വലിച്ചുകൊണ്ടാണ് വെള്ളം ഒഴുകി പുറത്തേക്ക് പോയത്. അങ്ങനെ പോയ ആളുകളാണ് നേരത്തെ പോത്തുകലിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും ഉണ്ടായി. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത്, നമ്മൾ കാണുന്ന പ്രദേശത്ത് ഇനി അധികം പേർ കാണുന്നില്ല എന്ന ഒരു അനുമാനത്തിലേക്ക് ഇപ്പോൾ അധികാരികളും മറ്റുമൊക്കെ എത്തുന്നതാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാവിലെ തൊട്ടേ ഒരാൾക്ക് വേണ്ടിയുള്ള സെർച്ചാണ് നടക്കുന്നത് തോന്നുന്നു. സജി ഭാഗത്തേക്ക് ക്യാമറ തിരിച്ചാൽ ആ അങ്ങേയറ്റം ഒരു വീടുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ കാണാം, ആ വീടിന് തൊട്ട് അടുത്ത് ഒരു കുഴി പോലെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കുറേ വേസ്റ്റ് ഒക്കെ കിടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഈ ടൗണിലേക്ക് ഓടിക്കയറി. അപ്പോൾ അയാളുടെ ശരീരം, അയാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം, മരണപ്പെട്ടിട്ടുണ്ടാകാം. അയാളുടെ ശരീരം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാം എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരാളെ തേടിയാണ് ഇപ്പോൾ ഇവിടെ താഴെ ഒരു കടയുണ്ടായിരുന്നു. ആ കട പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. ഈ വീട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. ആ ഹോട്ടലിനകവും മുഴുവൻ പരിശോധിച്ചു. ഇപ്പോൾ ഈ എനിക്ക് മുന്നിൽ കാണുന്ന ഈ ഒരു അസ്ഥിപഞ്ജരമായി മാത്രം അവശേഷിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഇപ്പോൾ അവിടെ ഫയർഫോഴ്സിൻ്റെ സംഘങ്ങൾ ആ തകർന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾക്കിടയിലൊക്കെ ആ ചെളിക്കകത്ത് പരതി നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ടെത്താനാണ് ഇന്നത്തെ ദിവസത്തെ ഈ രക്ഷാദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശ്രമം നടക്കുന്നത്. ഇനിയും ഒട്ടേറെ പേർ, കാരണം ഈ വശത്തേക്ക് തിരിച്ചാൽ ഇപ്പോൾ മഴ വീണ്ടും ശക്തമായി പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നം, ഈ ചൂരൽമല പുഴയിലേക്കുള്ള ഈ അരുവി കൂടുതൽ ശക്തമാവുകയും മുകളിൽ നിന്ന് കൂടുതൽ വെള്ളം താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അത് താഴെ ചൂരൽമല ഭാഗത്ത് കൂടുതൽ വെള്ളം എത്തുന്നതിനും കാരണമാകും. അവിടെയൊക്കെ ഈ താഴേക്ക് പോകുന്ന പുഴയുടെ ഭാഗങ്ങളിലെല്ലാം പരിശോധനകൾ, ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും. ഈ പുഴയുടെ ഈ തകർന്നു കിടക്കുന്ന ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊക്കെയാണ് ഒലിച്ചു പോയത്. അതിനിടയിൽ ഒരു കാറ് തകർന്നു കിടക്കുന്നതും കാണാം.
അപ്പോൾ ഇവിടെയൊക്കെ മനുഷ്യവാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിപ്പോൾ കണ്ടാൽ ആരും വിശ്വസിക്കത്തില്ല. ആ രീതിയിലേക്ക് ഈ സ്ഥലം, ഈ ഒരു ടൗൺ മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരു മനുഷ്യവാസ സ്ഥലമായിരുന്നു എന്ന് ആരും സംശയിച്ചു പോകുന്ന രീതിയിലേക്കാണ് പ്രകൃതിയുടെ ആ ഒരു പ്രകൃതിക്ഷോഭം അവശേഷിപ്പിക്കുന്നത്. ഇനി മുണ്ടക്കൈ ടൗണിൽ ഒന്നും അവശേഷിക്കുന്നില്ല. ഇവിടെ മനുഷ്യവാസം തന്നെ അസാധ്യമാണ് എന്ന് പറയാം. അക്ഷയ. അനന്തൻ, തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ വീടുകൾ ഉണ്ടായിരുന്നു, അവിടെ കുറേ ആളുകൾ താമസിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിൽ, ഒരു പക്ഷേ ആദ്യമായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുക അത്രമേൽ ബുദ്ധിമുട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളിലും നമ്മൾ കാണുകയാണ്. ഇനിയിപ്പോൾ അവിടുത്തെ ആ തെരച്ചിൽ അത് ഇന്നിനി എത്ര നേരം പുരോഗമിക്കും? ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നതെന്ന് പറയുന്നു. മറ്റിടങ്ങളിലേക്കൊക്കെ ഏത് തരത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്? പക്ഷേ ഇനി ഇവിടെ തെരച്ചിൽ ദുഷ്കരമാണ്. കാരണം കാലാവസ്ഥ വളരെ മോശമാണ്. ഞാനിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടേ ഉണ്ടാവും. ആ റിപ്പോർട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒട്ടും മഴയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയത് കണ്ടോ? ഇവിടെ ഇങ്ങനെയാണ് കാലാവസ്ഥ. പെട്ടെന്ന് ഇപ്പോൾ മഴ ശക്തി പ്രാപിച്ച് വരികയാണ്. ഇനിയിപ്പോൾ ഇത് കനത്ത മഴയായിട്ട് അങ്ങ് മാറും. അപ്പോഴേക്കും മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വെള്ളം വരും. അങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത ചെളിക്കുളമായി മാറുകയും ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ആ കടമുറിയിലുള്ള പരിശോധന അവസാനിപ്പിച്ചു. ആ മണ്ണുമാന്തി യന്ത്രം താഴേക്ക് കൊണ്ടുപോവുകയാണ്. മുകളിൽ നിന്നുള്ള സംഘാംഗങ്ങൾ താഴേക്ക് ആ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് കടന്നു വരുന്നതാണ് കാണുന്നത്. അവരുടെ യന്ത്രോപകരണങ്ങളുമൊക്കെ ആയിട്ട് ചൂരൽമലയിലേക്ക് തിരികെ പോകുന്ന കാഴ്ചയാണ്. മുകളിൽ നിന്ന് കുറെ ആൾക്കാർ ഇനിയും വരുന്നുണ്ട്. അവരൊക്കെ നേരത്തെ അവിടെ പോയി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു, അവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, അവിടെ അപകടാവസ്ഥയാണ്, ഇനിയുള്ള സെർച്ചിങ് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഏതായാലും ആ മണ്ണുമാന്തി യന്ത്രവും താഴേക്ക് പോവുകയാണ്. ഏതാണ്ട് ഈ ഒരു ടൗണിലുള്ള മുണ്ടക്കൈ ഭാഗത്തുള്ള ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി ഇവിടെ ദുഷ്കരമാണ്. കോടയും ഇറങ്ങി വരുന്നുണ്ട്. മഴ ശക്തി പ്രാപിക്കുന്നു. മഴ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിരന്തരം ശക്തമായ മഴയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതിനനുസരിച്ച് പുഴയിലേക്ക് വെള്ളവും വരുന്നുണ്ട്. മാത്രമല്ല മുകളിൽ മണ്ണിടിച്ചിൽ സൂചനകൾ ഇവിടെ ഈ റെസ്ക്യൂ ഫോഴ്സസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരതിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ രക്ഷാപ്രവർത്തകർ, കാരണം ഇവിടെ ചിതറിയാണ് രക്ഷാപ്രവർത്തകർ നിൽക്കുന്നത്. ഈ സ്ട്രീമുകളിലെല്ലാം ഈ രക്ഷാപ്രവർത്തകർ കടന്നുപോയിരുന്നു. അതിനിടയിലൊക്കെ ആ പാറക്കല്ലുകൾക്കിടയിലൊക്കെ അവർ മനുഷ്യ ശരീരങ്ങളുണ്ടോ എന്ന് പരതി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം തിരിച്ച് കയറാൻ, ഈ മഴ ശക്തി പ്രാപിച്ചപ്പോൾ തിരിച്ചു കയറാൻ പറഞ്ഞു. ഇനി അതിനൊപ്പം മുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഇടയ്ക്ക് പോയി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് ഈ കെട്ടിടങ്ങളിലൊക്കെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പരമാവധി എല്ലാവരെയും, ഇവിടെ വന്നിരുന്ന എല്ലാവരെയും താഴേക്ക് ഇറക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലെ നടക്കാൻ പറ്റുന്നുണ്ടോ? കാണുമ്പോൾ അത് പൂർണ്ണമായും ചെളിയാണ്, മേഖല മൊത്തം ചെളി പിടിച്ചിരിക്കുകയാണ്. കാലാഴ്ന്നു പോകുന്ന തരത്തിൽ ആ ചെളിയുടെ സ്വഭാവമായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നു. അതിൽ നടക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു അപകടം പിടിച്ച യാത്രയാണ് അതിലേക്കൂടെ. കാരണം ദൃശ്യങ്ങളിൽ കാണാം അത്രയും ചെളി. ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കുറേ നീക്കി വശത്തേക്ക് നീക്കി വെച്ചതുകൊണ്ടാണ് അത്രയും കാൽപാദം മാത്രം മുങ്ങുന്ന അത്രയും ചെളി വന്നത്. പക്ഷേ ഈ ചെളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചവിട്ടുമ്പോൾ അത് പശിമയുള്ളതാണ്. അപ്പോൾ ഒരു കാല് ഉറപ്പിച്ചു കഴിയുമ്പോൾ ആ കാല് തിരിച്ചെടുക്കാൻ ഒരു പ്രയാസമുണ്ട്. മാത്രമല്ല അതിനിടയിലെല്ലാം കമ്പി കഷ്ണങ്ങളാണ് കിടക്കുന്നത്. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയൊക്കെ കമ്പി ആ ചവിട്ടി പോകുന്നത് കമ്പി കഷ്ണങ്ങളാണ്. അപ്പോൾ അത് കൂർത്തിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ അറിയാതെ ചവിട്ടിയാൽ ഒരുപാട് പേരുടെ കാലങ്ങനെ മുറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ. അപ്പോൾ വളരെ ദുഷ്കരമാണ് ഇവിടെ നിന്ന് ചൂരൽമലയിലേക്കുള്ള യാത്ര. കാരണം ഈ മഴ ഈ ഉരുൾപൊട്ടി വന്ന കളിമണ്ണ് പല ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. അതൊക്കെ JCB ഉപയോഗിച്ച് റോഡ് വൃത്തിയാക്കി ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ചെളിയാണെങ്കിലും മാറ്റിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും മഴ പെയ്യുമ്പോൾ ഇവിടേക്ക് വീണ്ടും മുകളിൽ നിന്ന് ചെടിവെള്ളം ഒലിച്ച് ഇറങ്ങി താഴേക്ക് വരികയും ചെയ്യും. ഏതായാലും താഴേക്ക് ഇവരെല്ലാം മടങ്ങുകയാണ്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് ഈ ഇന്നത്തെ ഈ മുണ്ടക്കൈ ടൗണിലുള്ള രക്ഷാപ്രവർത്തനവും അതിനു മുകളിൽ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ സ്ഥാനത്ത് ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനവും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അക്ഷയ.